ശ്രീനിവാസനും വിമല ടീച്ചറും 3 ആഴ്ചകൾക്ക് മുമ്പാണ് ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. നടി ആനിക്കൊപ്പം 3/4 മണിക്കൂറോളം സമയം പങ്കിട്ട ശ്രീനിവാസൻ വളരെ ഊർജ്ജസ്വലനായാണ് അന്ന് കാണപ്പെട്ടത്. തന്റെ മനസ്സിലെ വലിയ മോഹവും അന്ന് അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. ശ്രീനിവാസന്റെ ഒരു ഹിറ്റ് ചിത്രം ഉടൻ പ്രതീക്ഷിക്കാമോ എന്നായിരുന്നു ആനിയുടെ ചോദ്യം. അത് തന്റെയും വലിയ ആഗ്രഹമാണെന്നും ചില സ്ക്രിപ്റ്റുകൾ മനസ്സിലുണ്ടെന്നും എഴുതി തുടങ്ങിയ പലതും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോഴാണ് ഭാര്യ വിമല ഒരു കാര്യം പറഞ്ഞത്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പുകവലിക്കുക എന്നത് ഒരു ഹാബിറ്റാണ്. കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് പല ആശയങ്ങളും വരുള്ളൂ. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുകവലി പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് വിമല ടീച്ചർ പറഞ്ഞത്. എന്നാൽ താൻ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കുമെന്ന് നിറഞ്ഞ ചിരിയോടെ ശ്രീനിവാസൻ ആനിക്ക് വാക്കും നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 അദ്ദേഹത്തിന്റെ വിയോഗം. മരണവാർത്തയറിഞ്ഞ് വിമാനയാത്രയ്ക്കൊരുങ്ങിയ വിനീത് ആശുപത്രിയിലേക്ക് ഓടിയെത്തി. പിന്നാലെ ചെന്നൈയിൽ നിന്ന് ധ്യാൻ ശ്രീനിവാസനും എത്തി. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം ശ്രീനിവാസന്റെ സ്വന്തം വസതിയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. അമ്മയെ ചേർത്ത് പിടിച്ച് 2 മക്കളും അരികിലുണ്ട്. മരണവാർത്തയറിഞ്ഞ് ഒട്ടും വൈകാതെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി മമ്മൂട്ടിയും എത്തി. മലയാളത്തിന്റെ അതുല്യ കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണാനായി 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്.